സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗുരുതര ശസ്ത്രക്രിയാ പ്രതിസന്ധി ഉണ്ടാവുകയാണ്. ആശുപത്രികളിലേക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം കമ്പനികൾ നിർത്തിവെക്കുന്നു. ഉപകരണങ്ങൾ വാങ്ങിയ ഇനത്തിൽ 158 കോടി രൂപയാണ് സർക്കാർ വിവിധ കമ്പനികൾക്ക് നൽകാനുള്ളത്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവുക, ഈ കമ്പനികൾക്ക് കുടിശ്ശിക ഉണ്ടാവുക എന്നൊന്നും പറയുന്നത് അത് സ്വാഭാവികമാണ്, അങ്ങനെ ഉണ്ടാകും. പക്ഷെ അപ്പോഴും അത് മാനേജ് ചെയ്യാൻ കഴിയണം അല്ലേ? എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? നിലവിൽ എന്തായാലും ഉണ്ടായിരിക്കുന്നത് വലിയ പ്രതിസന്ധി തന്നെയാണ്. ഇത് മറികടക്കാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇല്ലായെങ്കിൽ വലിയ പ്രതിസന്ധി ആശുപത്രികളിൽ ഉണ്ടാകും. സംസ്ഥാനത്തെ 21 സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഈ പറയുന്ന ഉപകരണങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഇവരുടെ ഈ ആശുപത്രിയിലേക്കുള്ള ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കമ്പനികളുടെ അസോസിയേഷൻ ഉണ്ട്. അവർ നേരത്തെ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. മാർച്ച് 31 വരെ കൊടുക്കാനുള്ള കുടിശ്ശികയുണ്ട്. അത് 158 കോടി രൂപയാണ്. ആ കുടിശ്ശിക കൊടുത്തു തീർക്കാതെ ഇനി ഉപകരണങ്ങൾ വിതരണം ചെയ്യില്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി അടക്കമുള്ള ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതിനോടകം തന്നെ ആ പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തതാണ്. നിലവിൽ മറ്റാശുപത്രികളിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ, ശസ്ത്രക്രിയ പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നില്ല എങ്കിൽ പോലും നിലവിലുള്ള സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ശസ്ത്രക്രിയകൾ നടത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും ഈ ശസ്ത്രക്രിയ നടത്താൻ പറ്റിയില്ല എങ്കിൽ അതുമൂലമുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് താൻ ഉത്തരവാദിയായിരിക്കില്ല എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ആശുപത്രി സൂപ്രണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ പറയേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റ് ആശുപത്രികളിലേക്ക് കൂടി വ്യാപിക്കാനുള്ള എല്ലാ അവസ്ഥയും ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇവർ ഇന്നല്ല ഈ വിവരം അറിയിച്ചത്, നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ മാസം 31-ാം തീയതി വരെയുള്ള സമയപരിധി നൽകാം, പക്ഷേ അതിനുള്ളിൽ മുഴുവൻ തുകയും നൽകണം, കുടിശ്ശിക അടച്ച് തീർക്കണം എന്നുള്ള ഒരു സമയപരിധിയാണ് അവർ മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ആ ഒരു ഉറപ്പ് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ സർക്കാർ നൽകുകയും ചെയ്തു. പക്ഷേ അങ്ങനെ ഒരു ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിലവിൽ ആശുപത്രികളുടെ കണക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം തുക നൽകാനുള്ളത് കോഴിക്കോട്, കഴിഞ്ഞ മാസത്തെ കണക്കാണിത്. കോഴിക്കോട് നൽകാനുള്ളത് 34 കോടിയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം 29 കോടി. അങ്ങനെ തുടങ്ങി എല്ലാ മെഡിക്കൽ കോളേജുകളിലും സമാനമായ ഉപകരണങ്ങളുടെ വിതരണം പെട്ടെന്ന് ഏജൻസികൾ നിർത്തിവെക്കില്ല അല്ലെ? അപ്പോൾ ഇത്രയും കുടിശ്ശികയുണ്ട്, ഞങ്ങളിത് നിർത്തേണ്ടി വരും തുടങ്ങിയ ആശയവിനിമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. ഈ അവസ്ഥയിലേക്ക്, അതായത് ഇത്തരം ചർച്ചകളോ അല്ലെങ്കിൽ കുടിശ്ശിക കുറച്ചെങ്കിലും കൊടുക്കാനുള്ള ശ്രമങ്ങളോ ഒന്നും ഈ കാലയളവിൽ ഉണ്ടായില്ലേ? അത് ഇന്നലെ വൈകുന്നേരം പറഞ്ഞ് ഇന്നിപ്പോൾ ഈ വിതരണം നിർത്തിവെക്കുന്നു എന്നവർ പ്രഖ്യാപിച്ച് അവർ നടപ്പാക്കിയതല്ല. അവർക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. സ്വകാര്യ കമ്പനികളാണ്, അവരിൽ നിന്നും സർക്കാർ ഉപകരണങ്ങൾ വാങ്ങുന്നു, പക്ഷേ അതിൻ്റെ പണം നൽകുന്നില്ല. കഴിഞ്ഞ ഇന്നേക്ക് കൃത്യം 1 മാസം മുൻപ് അവർ സമാനമായൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അന്നും ഇവർ പറഞ്ഞിരുന്നത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ 30 ദിവസം കൂടി കഴിഞ്ഞ് പിന്നീട് ഞങ്ങൾ വിതരണം ചെയ്യില്ല എന്നുള്ള കാര്യം അവർ അറിയിച്ചതാണ്. അതിനിടയിലാണ് സർക്കാരുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുകയും കുടിശ്ശിക തുക കൊടുത്തു തീർക്കാമെന്നൊരു ഉറപ്പ് നൽകുകയും ചെയ്തത്. അത് കൊടുക്കാതെ വന്നതോടുകൂടിയാണ് ഉപകരണങ്ങളുടെ വിതരണം ഇപ്പോൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു നടപടി ഈ കമ്പനികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അടിയന്തരമായി തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടൽ ഉണ്ടായില്ല എങ്കിൽ വളരെ വലിയ പ്രതിസന്ധിയായിരിക്കും സർക്കാർ ആശുപത്രിയിൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയമില്ല.